മോൻസ് ജോസഫ് MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുകയാണ്, തദ്ദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സീറ്റ് ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ടുണ്ടോ? എത്ര സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ ജനുവരി 15 തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് UDF സംസ്ഥാന നേതൃയോഗത്തിൽ ഒരു ധാരണയുണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 10 സീറ്റിലാണ്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി മത്സരിച്ച 10 സീറ്റിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പാർട്ടി മത്സരിച്ച 10 മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം കേരള കോൺഗ്രസ് മത്സരിക്കുന്നില്ലെങ്കിലും കേരള കോൺഗ്രസിന് ശക്തിയുള്ള കേരള കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളായ മണ്ഡലങ്ങളിൽ അതാണ്ടൊരു 20ഓളം വരുന്ന മറ്റു മണ്ഡലങ്ങളുണ്ടാവും. അതും പാർട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 20 മണ്ഡലങ്ങളിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF ജയിച്ചു വരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ് മത്സരിച്ചാലും മുസ്ലിം ലീഗ് മത്സരിച്ചാലും കേരള കോൺഗ്രസിന് പാർട്ടിയുടേതായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അത് കുറ്റമറ്റ നിലയിൽ കൊടുക്കാൻ കഴിയണമെന്ന ഒരു ബോധ്യത്തോടു കൂടി ഏതാണ്ട് 30 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ SIRൻ്റെ വർക്കിലെല്ലാം കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും സജീവമായി രംഗത്തുണ്ട്. കേരള കോൺഗ്രസും ആ ഒരു ജോലിയിൽ വളരെ സജീവമായി ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ക്ലെയിം എന്തെങ്കിലും കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പ്രാഥമികമായി പാർട്ടി തലത്തിൽ വിലയിരുത്തിയിട്ടുള്ളത് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 10 സീറ്റുകളിൽ പിന്നെ കേരള കോൺഗ്രസിന് അർഹമായ ഒരു പ്രാതിനിധ്യമാണ് ലഭിച്ചത്. കൂടുതൽ സീറ്റിന് പാർട്ടിക്ക് ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്, ചോദിക്കാം. പക്ഷേ ഞങ്ങൾ UDFൻ്റെ തലത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച 10 സീറ്റുകൾ കുറയാതെ നിലനിർത്തുക. 10 സീറ്റ് എന്നുള്ളത് തീർച്ചയായും ന്യായമായ ഒരിതാണ്. കൂടുതൽ സീറ്റ് ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാവരും ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ UDFിലേക്ക് സീറ്റ് എന്തായാലും നൽകണം എന്നുള്ളത്. 10 സീറ്റ് പാർട്ടിക്ക് നിലവിൽ കഴിഞ്ഞോണം മത്സരിച്ച സീറ്റുകൾ നിലനിർത്തി കിട്ടുക എന്നതാണ് പാർട്ടി മുഖ്യമായിട്ടും കരുതുന്നത്. കൂടുതൽ സീറ്റുകളിലേക്ക് ഒരു ക്ലെയിം ഉന്നയിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. നിലവിലുള്ള പാർട്ടിയുടെ സ്റ്റാൻഡ് 10 സീറ്റിൽ വീണ്ടും മത്സരിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ UDFുമായി ഉഭയകക്ഷി ചർച്ചയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ എല്ലാ സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ജയസാധ്യതയുള്ള സീറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നു, അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? അല്ല, കഴിഞ്ഞോണം എല്ലാവർക്കും ആർക്കും ജയിക്കാൻ കാര്യമായിട്ട് ആരും ജയിച്ചില്ലല്ലോ. ഇപ്പം ഞങ്ങളാകെ 10 സീറ്റിൽ മത്സരിച്ചു, ഞങ്ങൾ 2 സീറ്റ് ജയിച്ചു. മുഖ്യകക്ഷിയായ കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റിൽ മത്സരിച്ചു, നാമമാത്രമായ സീറ്റുകളിൽ അവരും ജയിച്ചു. അപ്പം ഇതിപ്പം അത് കഴിഞ്ഞ തവണ ഇപ്പോൾ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒന്നും കുറ്റമല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിയുടെ പ്രലോഭനങ്ങളിൽ, കിറ്റ് ഉൾപ്പെടെയുള്ള പ്രലോഭനങ്ങളിൽ കോവിഡ് കാലത്തിന് ശേഷം ജനങ്ങളെ വീഴിക്കാൻ LDF വിജയിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടോ LDFിനോട് സഹകരിച്ചു തന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ LDFിൻ്റെ ഒരു 10 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതുപോലെ മടുത്തു എന്നുള്ളതാണ്. പഞ്ചായത്ത് ഇലക്ഷൻ നമ്മളതെല്ലാം കണ്ടു. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ ഒരു വികാരം എന്താണ്? ജനങ്ങൾ LDF അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം. 2 UDFിനോട് പറയുന്നത് എന്താണ്? UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ജനങ്ങൾ തരാൻ ആഗ്രഹിക്കുന്ന ഭരണം നഷ്ടപ്പെടുത്തരുത്. UDF ഒറ്റക്കെട്ടായി നിന്ന് ഭരണത്തിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഞങ്ങളതിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ സഹകരണ അക്കാര്യങ്ങളിൽ പഞ്ചായത്ത് ഇലക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ UDFിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്ന നിലയിൽ കേരള കോൺഗ്രസ് രംഗത്ത് നിൽക്കുകയാണ്. ഒരുപാട് അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഇടുക്കി സീറ്റിന് പകരം പൂഞ്ഞാർ വെച്ച് മാറുന്നു, അല്ലെങ്കിൽ ഏറ്റുമാനൂരും പൂഞ്ഞാറും പരസ്പരം വെച്ച് മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും സീറ്റ് മാറ്റങ്ങളോ വല്ലതും ഉണ്ടോ? നിലവിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നിലവിൽ സീറ്റ് മാറ്റം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും UDF നടന്നിട്ടില്ല, കേരള കോൺഗ്രസ് പാർട്ടിയിലും നടന്നിട്ടില്ല. അത് സത്യമാണ്. ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണ്. അപ്പോൾ ഇവിടെ സീറ്റ് മാറ്റം എന്ന് പറയുന്നത് നമുക്ക് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പൊതുവായി ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു വിഷയം തന്നെ വരണമെങ്കിൽ UDFിൻ്റെ ഉഭയകക്ഷി ചർച്ചയിലാണ് വരേണ്ടത്. കേരള കോൺഗ്രസ് അങ്ങനെ ഏതെങ്കിലും സീറ്റ് കരുതുന്നുണ്ടോ? വെച്ച് മാറിയാൽ നന്നായിരിക്കുമെന്ന് കരുതുന്ന സീറ്റ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് പാർട്ടി മത്സരിച്ച് 10 സീറ്റിലും പാർട്ടി തന്നെ മത്സരിക്കുക എന്നുള്ള നിലയിലാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്.
പാർട്ടിയുടേതായ സീറ്റുകളൊന്നും വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് ഒരു ആലോചനയ്ക്കും പാർട്ടി തയ്യാറല്ല. പാർട്ടി ഉറച്ച നിലപാട് നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇതെല്ലാം ഉഭയകക്ഷി ചർച്ചകളിലൂടെ വരേണ്ട കാര്യങ്ങളാണ്. ഉഭയകക്ഷി ചർച്ചയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ സംബന്ധിച്ച് വെച്ചു മാറിയാൽ UDFന് നല്ലതാണെങ്കിൽ, കൂടുതൽ ജയസാധ്യത UDFന് ഉണ്ടാവുമെങ്കിൽ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും UDFൽ ആലോചിക്കേണ്ട വിഷയമായിട്ട് വന്നാൽ ഞങ്ങൾ അതിനോട് സഹകരിക്കും. അത്തരം കാര്യങ്ങളിൽ അതെല്ലാം UDFൻ്റെ ഉഭയകക്ഷി ചർച്ചയിൽ വരേണ്ടതായ വിഷയങ്ങളാണ്. അതിലേക്കൊന്നും ഇപ്പം നിലവിൽ വന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു യോഗം ബത്തേരിയിൽ നടക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ആ യോഗത്തിന് ശേഷം ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ആരംഭിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചർച്ചകൾ വരുന്ന സമയത്താണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉഭയകക്ഷി ചർച്ചയിൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സന്ദർഭമുണ്ട്. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള പരസ്പര ധാരണയിലേക്ക് എത്തിച്ചേരുന്നത് ആ ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ്. അത് തീർച്ചയായിട്ടും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ബാക്കി സീറ്റ് വെച്ചുമാറ്റം അല്ലെങ്കിൽ ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നു, ഇതൊക്കെ തികച്ചും അഭ്യൂഹങ്ങളും മാധ്യമ സൃഷ്ടിയും മാത്രമാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്തുവിടുന്ന ചില നിഗമനങ്ങളോ അഭിപ്രായങ്ങളോ ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോ കേരള കോൺഗ്രസിനോ ഒരു ബന്ധവുമില്ല. 10 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടില്ല. ഇല്ല, സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടില്ല. കാരണം അത് കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമേ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാറുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ് 10 സീറ്റ്. ഇപ്രാവശ്യം പാർട്ടി മത്സരിക്കുന്ന 10 സീറ്റുകൾ ഏതെല്ലാമാണ്? അത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റുകൾ തന്നെയാണോ? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരുന്നത് കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ച വന്നു കഴിഞ്ഞതിന് ശേഷമേ കേരള കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇന്നതാണ് എന്ന് UDFൽ ഒരു ധാരണ ഉണ്ടാകണമല്ലോ. ആ ധാരണ ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഓരോ പാർട്ടിക്ക് ലഭിക്കുന്ന ഓരോ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നതാണ് അതിൻ്റെ പൊതുപതിവ്. അത് ഇപ്രാവശ്യവും ആ നിലയിൽ തന്നെ പാലിക്കുന്നതായിരിക്കും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായെന്ന കാര്യമാണ് മോൻസ് MLA പറയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ ഇത്തവണയും ആവശ്യപ്പെടുമെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.